പാലക്കാട് KPM ഹോട്ടലിലെ 2002 മുറിയിൽ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കയ്യിൽ സാർ വരും. അർദ്ധരാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. പോലീസ് പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഹോട്ടൽ മുറിയിൽ നോക്ക് ചെയ്ത് പോലീസുകാർ കാത്തുനിൽക്കുന്നതും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വാതിൽ തുറക്കുന്നതും ഏത് കേസിലാണ് അറസ്റ്റ് എന്ന് ചോദിക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പോലീസ് ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ, പോലീസ് എടുത്ത ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതായിരുന്നു രാത്രിയിൽ സംഭവിച്ചത്, അല്ലേ? തീർച്ചയായും നേരത്തെ ഹോട്ടലിലുള്ള CCTV ദൃശ്യങ്ങളും മറ്റും വന്നിരുന്നെങ്കിലും ഈ റൂമിൽ നിന്ന് പുറത്തിറക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇത് പോലീസ് ചിത്രീകരിച്ച വീഡിയോ ആണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ വീഡിയോ പുറത്തുവിടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്ന ഒരു പരാതി ഈ കോടതിയിൽ പോകുന്നുണ്ട്. അതിന്റെ ഒരു നിജസ്ഥിതി പുറത്തറിയിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഷൊർണൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം, അതിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള പോലീസുകാരുമുണ്ട്, പാലക്കാട് നിന്നുള്ള പോലീസുകാരുമുണ്ട്. 4 പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പോലീസുകാരും പത്തനംതിട്ടയിൽ നിന്നുള്ള 4 പേര്, അങ്ങനെ 8 പേരാണ് ഈ ഡോറിൽ കുറച്ച് സമയം മുട്ടുന്നുണ്ട്. അതിനുശേഷമാണ് രാഹുൽ വാതിൽ തുറക്കുന്നത്. ഒരുപക്ഷെ 12:30-ക്കാണ് എത്തുന്നത്. രാഹുൽ ഉറക്കത്തിലായിരിക്കാം. അങ്ങനെ വാതിൽ തുറക്കുന്നു, ചെറിയ രീതിയിൽ സംസാരം നടക്കുന്നു, അകത്തേക്ക് പോകുന്നു, രാഹുലിന്റെ ഫോൺ വാങ്ങുന്നു, പിന്നീട് രാഹുലിനെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത്രയുമാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. അതിൽ വലിയ ഒരു എതിർപ്പ് രാഹുൽ പ്രകടിപ്പിക്കുന്നതായോ ഇല്ലെങ്കിൽ പോലീസ് എന്തെങ്കിലും ബലം പ്രയോഗിക്കുന്നതായോ ഒന്നും തന്നെ കാണുന്നില്ല. വളരെ പെട്ടെന്ന് ഈ വാതിൽ തുറന്ന് കാര്യങ്ങൾ നടക്കുന്നതായാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. യെസ്, അതാണ്. ആ രീതിയിൽ ഒരു വ്യാഖ്യാനം ഇല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതിലെ ശരികേട് അത് കൃത്യമായി പോലീസ് നീങ്ങിയില്ല, എന്തുകൊണ്ട് അർദ്ധരാത്രിയിൽ അറസ്റ്റ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പോലീസ് ഒരു മറുപടി പോലെ ഈ വീഡിയോ പുറത്തുവിട്ടു എന്ന് തന്നെ കരുതണം, അല്ലേ? തീർച്ചയായും അങ്ങനെ വേണം അനുമാനിക്കാൻ. കാരണം അത് ഒരു ആരോപണം എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം എന്നുള്ള രീതിയിൽ കോടതിയിൽ ഒരു ഹർജിയായി വരാൻ പോകുന്ന, ഒരു പരാതിയായി വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണം ഈ പോലീസ് ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറുന്നത്. ആ ദൃശ്യങ്ങൾ പ്രകാരം പോലീസ് എത്തുന്നു, ഈ വാതിലിൽ മുട്ടുന്നു, കുറച്ചു സമയം കതകിൽ മുട്ടുന്നുണ്ട്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വാതിൽ തുറക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ രാഹുലിനോട് കാര്യം DYSP മുരളീധരൻ പറയുന്നു. ഒരു MLA കസ്റ്റഡിയിലെടുക്കാൻ പോകുന്നത് കൊണ്ടാണ്, ഒരു DYSP റാങ്കിലുള്ള സീനിയർ DYSP ആണ് മുരളീധരൻ, ഈ DYSP തന്നെ വരുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് അതിന് റൂമിനകത്തേക്ക് പോവുകയും രാഹുൽ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതുമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ദൃശ്യങ്ങൾ പ്രകാരം അങ്ങനെ ഈ രാഹുൽ വലിയ പ്രതിരോധം തീർക്കുകയോ പോലീസ് എന്തെങ്കിലും ബലപ്രയോഗം നടത്തുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ രാഹുലുമായി ആശയവിനിമയം നടത്തുകയും പുറത്ത് ഇറങ്ങുന്നതുമാണ് ദൃശ്യങ്ങൾ പ്രകാരമുള്ളത്. ഇതിൽ കേൾക്കാം, ഏത് കേസാണെന്ന് തന്നെയാണ് ആദ്യം ചോദിക്കുന്നത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനോട്. അവരത് കൃത്യമായി വിശദീകരിക്കുന്നത് കാണാം. എത്ര പേരുള്ള സംഘമായിരുന്നു സാജിദ്? നേരത്തെ തന്നെ അവിടെ റൂം എടുത്ത് പോലീസുകാർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞല്ലോ. മുഴുവൻ സംഘവും ഉണ്ടായിരുന്നോ? എത്ര പേരാണ് കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി എത്തിയിരുന്നത്? മറ്റ് ചില, അതായത് ആരോപണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നതുൾപ്പെടെയുള്ള ചില ആരോപണങ്ങളുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിരുന്നു പോലീസ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ.